ഇത് നെല്ലിക്ക എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടുന്ന ഒരിതാണ്. നമുക്ക് 12 മാസവും കഴിക്കാവുന്നതാണ്. ഇന്ന മാസം എന്നില്ല. അത് ഈ മഴക്കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇടയ്ക്കിടെ വരുന്ന പനി കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ മുടിക്കും സ്കിന്നിനും കണ്ണിനും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ളതാണ്. നമ്മളിന്നേ ഒരു അടുക്കളയിലാണ്. സംഭവം എന്ന് വെച്ചാൽ കർക്കിടക മാസമാണ്. ഈ കർക്കിടക മാസം നമ്മൾ കഴിക്കേണ്ട ചില ലേഹ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കഴിക്കേണ്ട ചില ഉണ്ടകളുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. ദേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന സീമന്തിരി ഇന്ന് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്ത് ഏറ്റവും കൂടുതൽ, അതായത് ഈ പറഞ്ഞ വിറ്റാമിൻ എ ആയാലും സി ആയാലും പ്രോട്ടീൻ ആയാലും അയൺ ആയാലും ഇത് എല്ലാം കിട്ടുന്ന ഒരു സാധനമാണ് ദേ ഇവിടെ ഇരിക്കുന്ന നെല്ലിക്ക അല്ലേ? നെല്ലിക്ക. ഈ നെല്ലിക്ക നമ്മൾ ഉണ്ടാക്കാൻ എന്താണ്? ഇത് നെല്ലിക്കയുടെ വരട്ടിയാണ്. നെല്ലിക്ക വരട്ടിയാണ് അല്ലേ? കോമൺ ആയിട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. ഈ പൾപ്പിലാണ് നമ്മൾ ഈ പറയുന്ന ലേഹ്യം ഉണ്ടാക്കുന്നത്. കറക്റ്റ് നെല്ലിക്കായിൽ തന്നെയാണല്ലേ സാധനം അല്ലേ? കറക്റ്റ് നെല്ലിക്ക തന്നെയാണ്. കഴിച്ചതിന്റെ ഗുണം ഉണ്ടാവും. ഞാൻ കഴിച്ചു നോക്കിയപ്പോഴേ നല്ല കയ്പായിരുന്നു. കയ്പുള്ള ചെറുനെല്ലിക്കയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുള്ളൂ അല്ലേ? അത് കണ്ടാ നോക്കി അതാണ് ഗുണം. അത് നമ്മൾ നേരത്തെ ഓർഡർ കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ നെല്ലിക്ക നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മള് നെല്ലിക്ക ലേഖ്യത്തെ പറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. ദേ ഇവിടെ നമ്മൾ നെല്ലിക്ക അരച്ചു വെച്ചിട്ടുണ്ട്. ഇത് കരിപ്പട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കരിപ്പട്ടി വന്നിട്ടുണ്ട്. ദേ കൈ നെയ്യുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് നെയ്യ് ഒഴിക്കണം. യെസ്, ഫസ്റ്റ് നെയ്യ് ഒഴിക്കുകയാണ്. നമ്മൾ നെയ്യ് ഒഴിച്ചു. എനിക്കൊന്ന് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്നു അല്ലേ? ഒറ്റടിക്കല്ല ഒഴിക്കുന്നല്ലേ? കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നെയ്യ് കഴിഞ്ഞ പിന്നെ അടുത്ത് എന്താ കയറുന്നത്? കരിപ്പട്ടി ഒഴിക്കണം. യെസ്, നമ്മുടെ കരിപ്പട്ടി എങ്ങനെ പനഞ്ചക്കരയാണ് യൂസ് ചെയ്യുന്നത്. പനഞ്ചക്കര അതാണ് കരിപ്പട്ടി അല്ലേ? ഓക്കെ, പനഞ്ചക്കര. ഓക്കെ. ഇനി എപ്പോഴാണ് നെല്ലിക്ക ഇടുന്നത്? എപ്പോഴാണ്? കൂടെ തന്നെ ചേർക്കും അല്ലേ? യെസ്. നമുക്കറിയാം. കാരണം വെച്ചാൽ ഒരു നെല്ലിക്ക കഴിച്ചാൽ തന്നെ ഉള്ള ഗുണങ്ങൾ എത്രയാണെന്ന് നമുക്കറിയാം. രാവിലെ നെല്ലിക്ക കഴിച്ചാൽ ഷുഗറിനെ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആളുകൾ കഴിക്കുന്ന സാധനം നെല്ലിക്ക. അതുപോലെ തന്നെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബോണിനൊക്കെ പവർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നെല്ലിക്ക കഴിക്കുന്ന നല്ലതെന്ന് പറയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നെല്ലിക്ക കൊണ്ടുണ്ട്. ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന നെല്ലിക്കായും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് ഇനി കുറച്ച് സമയം എടുക്കാൻ പണിയാണല്ലേ? ഇത് മിക്സായി വരണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ അടുത്ത് ചേർക്കുന്നത്? ബാക്കി കരിപ്പട്ടിയും കൂടെ. കരിപ്പട്ടി ചേർക്കും. ആദ്യം ഫുള്ള് കരിപ്പട്ടി കയറും അല്ലേ? മിക്സ് ആയി കഴിയുമ്പോൾ. യെസ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ കയറുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ നെല്ലിക്ക ലേഹ്യന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് നോക്കി തന്നെ കാണാൻ പറ്റും. ഏകദേശം ലേഹ്യ രൂപത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇനി എന്തൊക്കെ ചേർക്കാനുള്ളത്? കൽക്കണ്ടപ്പൊടിയും പിന്നെ അത് ഔഷധക്കൂട്ട് ചൂർണം. ഇതിന്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ? ചുക്ക്, തിപ്പല്ലി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ചേർന്നാണ് ഈ പറയുന്ന ചൂർണം. ഇതും ചേരാണ്ട് നമ്മുടെ ഈ പറയുന്ന കൽക്കണ്ടപ്പൊടിയും. അപ്പൊ അത് ആദ്യം ചേർന്ന കൽക്കണ്ടപ്പൊടിയാണ്. ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന നെല്ലിക്കലേക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ കാലഘട്ടം മാറിയപ്പം പുതിയ രീതിയിൽ ആളുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. മിഷൻസും മറ്റതും മറിച്ചും ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സീമന്തിനിയുടെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള കാരണവന്മാർ എങ്ങനെയാണോ അതിന്റെ ഗുണം നഷ്ടപ്പെടാതെ അതേ രീതിയിൽ അത് ജനത്തിന് ശരീരത്തിന് ഗുണം കിട്ടണം ആ രീതിയിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണോ ആ സെയിം പാറ്റേണിലാണ് എന്നും ചെയ്യുന്നത്. ആ നെല്ലിക്ക പോലും ചെറിയ നെല്ലിക്ക അല്ലേ? ചെറിയ നെല്ലിക്കയാണ് വാങ്ങുന്നത്. നാടൻ നെല്ലിക്ക വാങ്ങിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഓരോ കാര്യവും ആ പൊടിയാണെങ്കിലും എല്ലാം ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ചൊരു പിന്നെ റിപ്പീറ്റ് വാങ്ങിക്കുന്ന ഒരു ഐറ്റംസ് ആണ് സീമന്തിയുടെ എല്ലാം. ഇവിടെ എല്ലാം ഉണ്ട്. ഉള്ളിലേക്ക് ഉണ്ട്, ഉലുവയിലേക്ക് ഉണ്ട്, നെല്ലിക്കയൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ ബീറ്റ്റൂട്ടിലേക്ക് ഉണ്ട്, വെന്ത വെളിച്ചെണ്ണയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അപ്പൊ നമ്മളെ ചൂർണവും ചേർത്ത് തുടങ്ങി. ഇതുകൊണ്ട് തീർന്നു കേട്ടോ. ലാസ്റ്റ് സംഭവമാണ് ഔഷധ ചൂർണമാണ് ചേരുന്നത്. ഇതും കൂടി ചേർന്ന് അത് കറക്റ്റ് ബ്ലെൻഡായി കഴിയുമ്പോഴാണ് ഈ തണുക്കും. ഈ തിറക്കി വെച്ച് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ തേനും കുഴിക്കുന്നത്. അതുകൊണ്ട് പക്ക സാധനമായി. ഇത് കഴിച്ചാൽ നമുക്ക് എന്തൊക്കെ ഗുണം ഉണ്ടാകും ശരീരത്തിന്? ഇത് നെല്ലിക്ക എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടുന്ന ഒരിതാണ്. നമുക്ക് 12 മാസവും കഴിക്കാവുന്നതാണ്. ഇന്ന മാസം എന്നില്ല. അത് ഈ മഴക്കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇടയ്ക്കിടെ വരുന്ന പനി കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ മുടിക്കും സ്കിന്നിനും കണ്ണിനും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ളതാണ്. നമ്മൾ നേരെ താഴത്തിറക്കി തണുക്കാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കി അറിയാം ഇപ്പോഴും ചൂടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ തേനൊഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് കഴിച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ചെറിയ ഒരു പാത്രത്തിലെടുത്തു, അതിൻ്റെ തേനൊഴിച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നെല്ലിക്കയുടെ സ്വാദൊക്കെ അറിയാം. നെല്ലിക്ക ഫീൽ ചെയ്യും നമുക്ക്. അത് മാത്രമല്ല നമ്മൾ നെല്ലിക്ക കടിച്ചിട്ട് വെള്ളം കുടിക്കും മധുരം പോലെ തന്നെ ഇത് ഇറക്കി കഴിഞ്ഞിട്ട്
ആ ഒരു രുചി ഒരു രുചി അറിയുമ്പോൾ ഒരു മധുരം ഇങ്ങനെ നമ്മളെ ചുണ്ടിലൊക്കെ നിൽക്കുന്നുണ്ട്. ആ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് 365 ദിവസവും കഴിക്കാവുന്ന ഒരു സംഭവമാണ് നെല്ലിക്ക ലേഹ്യം അല്ലേ? അതെ, മസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കുക, കഴിക്കുക. വേണ്ട ഒരു താഴെക്കാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു കാണാം. അതെ, ബൈ ബൈ.